മത്തനും ചവ്വരിയും ചേർത്തിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള മത്തന് വേണ്ട 1 ലിറ്റർ പാലിലേക്ക് ഒരു 50 ഗ്രാം ചവ്വരി, പിന്നെ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി. ഇത് വേവിച്ചെടുത്തിട്ട് ചവ്വരിയും മത്തനും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ചവ്വരി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ മത്തനും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങേൻ്റെ പാലാണിത്. അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതായത് ഈ മത്തനും പിന്നെ കുറച്ച് നട്ട്സും ഈ മത്തൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം ചിലർക്ക് ഈ മത്തൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നട്ട്സ് ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് നമുക്ക് വറവിലേക്ക് മാറ്റി വെക്കാം, കുറച്ച് മതി. നമ്മളെ മത്തനും നട്ട്സും കൂടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് നമുക്ക് പായസം തയ്യാറാക്കാം. തിളപ്പിച്ച് വെച്ച പാലാണ്. അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ വൈകുന്നേരത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഈ പാലിനകത്തേക്ക് ഞാൻ ഈ ചവ്വരി വേവിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. കാരണം അത് കൊഴുപ്പ് കൂടുതലാണല്ലോ ചവ്വരിക്ക്. അപ്പം നമ്മളിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത മത്തനും നമ്മളെ നട്ട്സും കൂടി കൂട്ടി അരച്ചതാണിത്. അപ്പോൾ ഇതിന് വേറൊരു വെള്ളവും പാലൊന്നും ഉപയോഗിക്കേണ്ട, ഇതിൽ തന്നെ എടുത്തിട്ട് ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് വേണ്ട മധുരവും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി പായസം കേട്ടോ. ഇത് ഞാൻ കഴിച്ചതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് വീട്ടിൽ. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് ഇഷ്ടം എത്ര വെച്ചാൽ അത്ര, ഞങ്ങൾക്ക് കുറച്ച് മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വറവ് ചേർക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്.